നമുക്ക് ഇഞ്ചിത്തേൻ ഇന്ന് ഈ വീഡിയോയിൽ കാണാം. വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഇഞ്ചിത്തേൻ. അതുപോലെ ഇഞ്ചി എടുക്കുന്നതിനേക്കാളും 100 ഗ്രാം തേനും ചേർത്തിട്ടാണ് നമ്മൾ ഇഞ്ചിത്തേൻ തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഇത് നമുക്ക് തയ്യാറാക്കാം. ഇത് പണ്ട് കാലത്തൊക്കെ അമ്മച്ചിമാര് ചുമയ്ക്ക് ഒക്കെ കഴിക്കണ ഒരു മരുന്നാണിത്. ഇഞ്ചിത്തേൻ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ 150 ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി എടുക്കുന്നതിനേക്കാളും 100 ഗ്രാം അധികം തേൻ എടുക്കണം. നല്ല ഓർഗാനിക് ആയിട്ടുള്ള തേനാണ്. പിന്നെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് അരിഞ്ഞ് മിക്സിയിൽ അരച്ച് കൊണ്ടുവരണം. തിളപ്പിച്ച് ആറിയ വെള്ളമാണ് ചേർക്കേണ്ടത്. ഇപ്പം ഇഞ്ചിയൊക്കെ കഴുകി വൃത്തിയാക്കി തോലൊക്കെ നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം നല്ലോണം കഴുകി എടുത്തതിന് നമുക്കത് ചെറുതാക്കി നുറുക്കാം. ഇഞ്ചിത്തേൻ മൂലം നമുക്ക് ഗ്യാസിൻ്റെ അസുഖങ്ങളൊക്കെ മാറാൻ ഇഞ്ചിത്തേൻ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ കഫക്കെട്ട് ചുമ മാറാനും ഇഞ്ചിത്തേൻ 1 സ്പൂൺ കഴിച്ചാൽ മതി. വളരെയധികം റിസൾട്ട് തരുന്നതാണ്. ഇത് പണ്ട് കാലത്ത് അമ്മമാരൊക്കെ ഗ്രഹവൈദ്യം പോലെ ചെയ്യേണ്ടതാണ് ഇഞ്ചിത്തേൻ. കഫ് സിറപ്പൊന്നും കഴിക്കേണ്ട. ഇതുപോലത്തെ ഇഞ്ചിയും തേനും കൂടി മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ തേനിൻ്റെ ഗുണം അതുപോലെ തന്നെ ഇഞ്ചിയുടെ ഗുണം നമുക്ക് കിട്ടും. ഇതിപ്പോൾ ചെറുതാക്കി കട്ട് ചെയ്തിടലുണ്ട്. ഇതിപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്യണേ. ചെറുതാക്കി നല്ല തിളച്ച വെള്ളത്തിൽ മിക്സിയുടെ ജാറിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പം ഇഞ്ചിയൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം അരച്ച് കൊണ്ടുവരാം. തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തിട്ട് വേണം അരയ്ക്കാനായിട്ട്. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചാൽ മതി. അപ്പം നല്ലോണം ഫൈനായിട്ട് അരഞ്ഞോളും. അപ്പം നമ്മൾ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് അരയാൻ പാകത്തിന് തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ചേർക്കാം. അരച്ച് കൊണ്ടുവരാനുണ്ട്. ഇതുപോലെ നമ്മൾ ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരണം. അരയാൻ പാകത്തിന് ഞാൻ വെള്ളം ചേർത്തുള്ളത്. ഇനി എന്നിട്ട് നമുക്ക് ഈ ഇഞ്ചിയിലത്തെ വെള്ളം ഈ വെള്ളമൊക്കെ കൂടി ഒന്ന് ചെറിയ തീയിലിട്ട് ഒന്ന് വറ്റിച്ചിട്ട് എടുക്കണം. അപ്പം നമ്മൾ ഇഞ്ചി നല്ലോണം അരച്ചിട്ടുണ്ട്. ഇതൊന്ന് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചിട്ട് എടുക്കാം. അപ്പം ഇഞ്ചിയും വേവും ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടും. അപ്പം നമുക്ക് ഇഞ്ചി തേനിലിട്ടിരിക്കുമ്പോൾ കേടുകൂടാതിരിക്കും. കുറേ കാലം കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വറ്റിച്ചിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് തേനിലിടാം. അപ്പം പെട്ടെന്ന് തന്നെ അത് കേടുവരും. ഫ്രിഡ്ജിൽ പിന്നെ വെക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പാകമായി നിന്നോളും. ഇങ്ങനെയാണ് ആദ്യ കാലത്തൊക്കെ അമ്മച്ചിമാരൊക്കെ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ തീ സിമ്മിലിട്ടിട്ടാണ് വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇഞ്ചി തേൻ കുറച്ച് അധികം കാലം നിൽക്കും. നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം വറ്റിക്കാനായിട്ട്. അപ്പം എല്ലാം വറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് തേൻ ഒഴിക്കാം. അപ്പോഴാണ് ഇഞ്ചി തേൻ കറക്റ്റ് ആവുക. ചൂട്ടോട് കൂടി തേൻ ഒഴിക്കാൻ പാടില്ല. അപ്പം നമ്മളിത് നല്ലോണം ഒന്ന് ചൂടാറി വരണം. എന്നിട്ട് നമുക്ക് തേൻ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് നല്ലൊരു ചില്ല് ബൗളിൽ അടച്ചു വയ്ക്കാം. ചുമയ്ക്കും കഫക്കെട്ടിനൊക്കെ നല്ലതാണ്. തേനാന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ട് സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ്. അങ്ങനെ കുറേ അധികം മരുന്ന് ഗുണമുള്ളതാണ് ഇഞ്ചിയും തേനും കൂടി മിക്സ് ആയാൽ. പിന്നെ നമ്മളിത് ഷുഗർ പേഷ്യൻസിന് ഇത് ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും നമ്മൾ ഡോക്ടറോട് ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് വേണം. പ്രായമായൊരു 1 സ്പൂൺ വീതം ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. അതുപോലെ തന്നെ ഇപ്പം തണവ് കാലമാണല്ലോ. അപ്പം നമുക്ക് ഇങ്ങനത്തെ മരുന്നൊക്കെ കഴിച്ച് നമ്മുടെ ബോഡിക്ക് നല്ല ചൂട് കിട്ടുന്നതാണ് ഇഞ്ചിത്തേൻ. അപ്പം വെള്ളമൊക്കെ വെറ്റിയിട്ട് നമുക്കിതിന് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ഇഞ്ചി നല്ലോണം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പം ഇഞ്ചിയിലത്തെ വെള്ളം വറ്റിയിട്ട് നമ്മൾ ചേർത്ത വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് എത്ര കാലം വേണമെങ്കിൽ പുറത്ത് വേണമെങ്കിൽ വെക്കാം. ഇനി നമുക്ക് ഇപ്പം 150 ഗ്രാം അല്ല നമ്മൾ ഇഞ്ചി എടുത്തപ്പോൾ 250 ഗ്രാം തേൻ ഒഴിക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. ഇത് നല്ലോണം ഒന്ന് തേനായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി തേൻ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇപ്പം നല്ലോണം ചൂടാറിയപ്പോഴാണ് ഞാൻ തേൻ ചേർത്തത്. അപ്പോൾ നമ്മുടെ ഇഞ്ചി തേൻ റെഡി ആയിട്ട് നമുക്ക് ഒരു ചില്ലുകുപ്പിയിൽ എടുത്തു വയ്ക്കാം. തൊണ്ടയ്ക്ക് വളരെ നല്ലൊരു മരുന്നാണ്. തൊണ്ടവേദനയ്ക്കും അതുപോലെ പനിയൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് കഫക്കെട്ടും ചുമയുള്ളപ്പോൾ എല്ലാവർക്കും വരണം. അപ്പോൾ നല്ല കർക്കിടക മാസമാണ്, പനി നടക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്കിത് പനി മാറിക്കഴിഞ്ഞത് 1 സ്പൂൺ കഴിച്ചു കഴിഞ്ഞാൽ ചുമ പൊക്കോളും. അതുപോലെ കഫക്കെട്ട് എല്ലി പൊക്കോളും. തൊണ്ടയിൽ വേദനയ്ക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മാറിക്കിട്ടും തൊണ്ടവേദന. ഇഞ്ചിയിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ നമ്മുടെ തൊണ്ടയിലെ വേദന പെട്ടെന്ന് മാറ്റും. അതാണ് ഇഞ്ചി തേൻ കഴിക്കുമ്പോൾ നമ്മുടെ തൊണ്ടവേദനയും കഫക്കെട്ടൊക്കെ പെട്ടെന്ന് മാറണത്.
ശരീരത്തിലെ ചൂട് വർദ്ധിപ്പിക്കാൻ ഇത് നല്ലതാണ്. കർക്കിടക മാസവും നല്ല മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മുടെ ശരീരം നല്ല തണവാകും. അപ്പോൾ ശരീരത്തിൽ ചൂട് കൂട്ടാനൊക്കെ ഇത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ വയറിന് അസുഖം, അതായത് ഇഞ്ചി ദഹനശക്തി വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ നമ്മുടെ മലബന്ധം, അതുപോലെ അജീർണമൊക്കെ ഇഞ്ചി തേൻ കഴിക്കുന്നത് പോലെ മാറും. പിന്നെ അതുപോലെ നമുക്ക് വല്ല ഭക്ഷണം പുറത്തുനിന്നൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമുക്ക് ദഹനക്കേട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു സ്പൂൺ കഴിച്ചാൽ മതി. പെട്ടെന്ന് പുറത്തുനിന്ന് കഴിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ ഗ്യാസ് സംബന്ധമായ അസുഖങ്ങൾ വരുമ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്, വളരെ പെട്ടെന്ന് മാറും. പിന്നെ ചിലർക്ക് കാലത്ത് ഏറ്റു കഴിഞ്ഞാൽ തുമ്മൽ ഉണ്ടാവും, പെട്ടെന്ന് തന്നെ അലർജി പോലെ തുമ്മലുണ്ടാവും. അതും ഇഞ്ചിത്തേൻ കഴിക്കുന്നതുകൊണ്ട് മാറിക്കിട്ടാനതാണ്. പിന്നെ പ്രതിരോധ ശക്തി നല്ലോണം വർദ്ധിപ്പിക്കും. ഇപ്പോൾ മഴക്കാലത്തൊക്കെ ഇത് ഒരു സ്പൂൺ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പനി എന്ന് പറഞ്ഞ പ്രശ്നം വരില്ല. നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് ഇഞ്ചിത്തേൻ. പിന്നെ നമ്മുടെ തേൻ ഹൃദയത്തിന് വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഇഞ്ചിത്തേൻ കഴിക്കുന്നത് മൂലം വളരെയധികം നല്ലതാണ്. പിന്നെ ഷുഗർ പേഷ്യൻസിന് മാത്രം ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കഴിച്ചാൽ മതി. പിന്നെ നമുക്ക് ശരീരവും മനസ്സിനൊക്കെ ഒരു ഊർജ്ജം കിട്ടുന്ന ഒരു ടോണിക്കും കൂടിയാണിത്. നമ്മൾ ഡെയിലി കാലത്തേറ്റ് ഒരു സ്പൂൺ കഴിച്ചാൽ നമ്മൾ നല്ല എനർജറ്റിക് ആവുകയും ചെയ്യും, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവുകയും ചെയ്യും.